പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ആയുധങ്ങൾക്കും വിമാനങ്ങൾക്കും ഉപരിയായി തന്ത്രപരമായ ഒരു നിഴൽ യുദ്ധം അരങ്ങേറുകയാണ്. സൈനിക കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണും കാതും എന്ന് വിശേഷിപ്പിക്കാവുന്ന റഡാർ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്ന വിനാശകരമായ യുദ്ധതന്ത്രത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ റഡാർ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലെ വെളിപ്പെടുത്തലുകൾ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ്. മിസൈൽ പ്രതിരോധത്തിന്റെ അടിസ്ഥാന ശില റഡാറുകളാണ്. ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ അത് തിരിച്ചറിയുന്നതും അതിന്റെ പാത കണക്ക് കൂട്ടുന്നതും അതിനെ തകർക്കാൻ പ്രതിരോധ മിസൈലുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതും ഈ റഡാർ സംവിധാനങ്ങളാണ്. ഇവയെ ലക്ഷ്യമിട്ടുള്ള നീക്കം കേവലം ഒരു ആക്രമണമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആകാശത്തെ മൊത്തത്തിൽ ശത്രുവിനെ മുന്നിൽ തുറന്നിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പ്രതിരോധ കവചങ്ങൾ അന്ധമാകുന്നതോടെ ആധുനികമായ മിസൈൽ ബാറ്ററികൾ വെറും നോക്കുകുത്തികളായി മാറുന്നു. ജോർദാനിലെ പ്രധാന സൈനിക കേന്ദ്രമായ മുവാഫക് സൾട്ടി വ്യോമതാവളത്തിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് താഡ്. മാർച്ച് ആദ്യവാരം പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങളിലെ താഡ് റഡാർ ഇൻസ്റ്റാളേഷന് സമീപം 13 അടി വീതിയുള്ള 2 കൂറ്റൻ ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ഒന്നിലധികം പ്രഹരങ്ങൾ നടന്നത് ഇത് ഒരു സാങ്കേതിക പിഴവല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്ന് വ്യക്തമാക്കുന്നു. താഡ് റഡാറുകൾ പ്രവർത്തനരഹിതമായാൽ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള മിസൈൽ ഭീഷണികൾ തിരിച്ചറിയാൻ US സേനയ്ക്ക് കഴിയാതെ വരും. ഇത് ജോർദാനിലെ മാത്രമല്ല, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ സുരക്ഷയും പരോക്ഷമായി ബാധിക്കുന്ന ഒന്നാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റുവൈസ്, സദാർ എന്നീ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലും സമാനമായ തകർച്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28 മാർച്ച് 1 ഇടയിൽ നടന്ന ആക്രമണങ്ങളിൽ 5-ലധികം കെട്ടിടങ്ങൾ തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. താഡ് സംവിധാനവുമായി ബന്ധപ്പെട്ട മൊബൈൽ റഡാർ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെയ്ഡുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഖത്തറിലും ദാഹൽ പ്രദേശത്തെ മുൻകൂർ മുന്നറിയിപ്പ് റഡാർ കേന്ദ്രങ്ങളിലും നാശനഷ്ടങ്ങളുടെ സൂചനയുണ്ട്. ഈ റഡാർ സംവിധാനങ്ങൾ ദൂരങ്ങളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള പ്രധാന സുരക്ഷാ ഘടകങ്ങളാണ്. 2026 മാർച്ച് 3 പകർത്തിയ ചിത്രങ്ങൾ പരിശോധിച്ച ഗവേഷകർ ഈ അമേരിക്കൻ നിർമ്മിത റഡാർ സംവിധാനത്തിന്റെ ചില ഘടകങ്ങൾ കേടുപാടുകൾക്ക് ഇരയായിരിക്കാമെന്ന് നിരീക്ഷിക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തുടക്കത്തിൽ രൂക്ഷമായിരുന്നുവെങ്കിലും പിന്നീട് അതിന്റെ എണ്ണം കുറഞ്ഞതായി UAE അധികാരികൾ പറയുന്നു. എന്നാൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും വലിയൊരു ഭീഷണിയായി തുടരുന്നുണ്ട്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം UAE 1072 ഡ്രോൺ ആക്രമണങ്ങളെയാണ് നേരിട്ടത്. ചെറിയ ഡ്രോണുകൾ കണ്ടെത്തുക എന്നത് വലിയ റഡാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയാണ്. അതിനാൽ തന്നെ ഇത്തരം സംവിധാനങ്ങളെ നിശബ്ദമാക്കിയ ശേഷം കൂട്ടമായി ഡ്രോണുകളെ അയക്കുന്ന രീതിയാണ് ശത്രുപക്ഷം പിന്തുടരുന്നത്. ഇത് ഗൾഫ് മേഖലയിലെ വ്യോമ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചതോടെ ഫ്രാൻസും തങ്ങളുടെ ഇടപെടൽ ശക്തമാക്കി കഴിഞ്ഞു. UAEയിലെ ഫ്രഞ്ച് സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഡസ്റ്റാൾട്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് സ്ഥിരീകരിച്ചു. ഈ വിമാനങ്ങൾ മിസൈലുകളെയും ഡ്രോണുകളെയും തടയുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അന്താരാഷ്ട്ര സൈനിക സാന്നിധ്യം മേഖലയിൽ വർദ്ധിക്കുന്നത് വലിയൊരു യുദ്ധത്തിന്റെ സൂചനയായി നിരീക്ഷകർ കാണുന്നു. ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ US പ്രതിരോധ വകുപ്പ് തയ്യാറായിട്ടില്ല. പ്രവർത്തന സുരക്ഷയെ ബാധിക്കുമെന്നതിനാലാണ് പ്രതികരണമില്ലാത്തതെന്ന് അവർ വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. റഡാർ കേന്ദ്രങ്ങൾ തകർന്നാൽ അവ പുനഃസ്ഥാപിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം എന്ന പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. റഡാർ കേന്ദ്രങ്ങൾ ഇല്ലാതായാൽ മിസൈലുകൾ തടയാനുള്ള ശേഷി ഗണ്യമായി കുറയും. ഇത് ശത്രുവിന് വൻതോതിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ധൈര്യം നൽകും. അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അമേരിക്കയെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കും നയിച്ചേക്കാം. അത്യാധുനികമായ റഡാറുകൾക്ക് കോടിക്കണക്കിന് ഡോളർ വിലയുണ്ട്. ഇവയുടെ നിർമ്മാണവും വിന്യാസവും സങ്കീർണമായ പ്രക്രിയയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കേവലം ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധമല്ല, മറിച്ച് സാങ്കേതിക മേധാവിത്വം തെളിയിക്കാനുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ റഡാർ കേന്ദ്രങ്ങളെ അന്ധമാക്കുന്നതിലൂടെ മേഖലയിലെ വ്യോമ സുരക്ഷാ കവചത്തിൽ വിള്ളലുകൾ വീണിരിക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന ഈ വിവരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും സൈനിക ആസൂത്രണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയും ഊന്നി പറയുന്നു. മിസൈൽ പ്രതിരോധം അനിവാര്യമാണെങ്കിലും ആ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നത് വരും ദിവസങ്ങളിൽ ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാകും.